ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം മാലി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഞാനൊരു സിനിമ കണ്ടായിരുന്നു ഇന്നലെ രാത്രി. ഞാൻ OTTയിലാണ് കണ്ടത്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ടൊരു സന്തോഷവും ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ കണ്ട സിനിമയുടെ പേരെന്ന് പറയുന്നത് ലാപ്പത്ത ലേഡീസ് എന്നാണ്. ലാപ്പത്ത ലേഡീസ്. ഈ സിനിമ വന്നൊരു ഹിന്ദി സിനിമയാണ്. ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കിരൺ റാവു ആണ്. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അമീർ ഖാൻ പ്രൊഡക്ഷനാണ്. ഞാൻ ഈ സിനിമ കാണാനുള്ള മെയിൻ കാരണവും ഈ രണ്ട് പേരാണ്. കിരൺ റാവു എന്ന് പറയുന്നത് അമീർ ഖാൻ്റെ സെക്കൻഡ് വൈഫാണ്. പുള്ളിക്കാരിയുടെ ഡയറക്ടറാണ്. ഇപ്പം അവർ തമ്മിൽ ഡിവോഴ്സാണ്. പക്ഷേ അവർ നല്ലപോലെയാണ് ഇപ്പോഴും പോകുന്നത്. ഡിവോഴ്സ് ആണെങ്കിൽ പോലും അവർ നല്ലപോലെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളൊന്നും കൂടുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 2001 ഒരു 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 ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു കല്യാണം. പടം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കല്യാണത്തിനാണ്. ഒരു കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവർ നേരെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതാണ് സിനിമയുടെ തുടക്കം. അങ്ങനെ അവരൊരു ജേണി. അവർ ആ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം ഒരു സ്കൂട്ടറിൽ കയറി ഇവർ ത്രിബിൾസ് അടിച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന്, പിന്നെ അവിടെ നിന്ന് ഒരു ബസ് എടുത്ത് നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി അവർ ട്രെയിനിൽ കയറുന്നു. ട്രെയിൻ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വന്നിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരെ ഒന്നും കാണാനില്ല. ചെറുക്കനും പെണ്ണും മാത്രമേ ഉള്ളൂ. പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഇവരെ പിറകെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലെത്തി അവരിവരെ ട്രെയിനിലോട്ട് കയറ്റുന്നു. അപ്പോൾ ട്രെയിനിലോട്ട് കയറുമ്പം ഇവർ പോകുന്ന അതേ ബോഗികളിൽ ഇതേപോലെ കുറേ കല്യാണം കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ഈ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരേ ഡ്രസ് കോഡാണ്. ചുവന്ന സാരി പോലെ ഒരു സാധനം, പിന്നെ മുഖം മറയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. ദുപ്പട്ട പോലെ ഇങ്ങനെ മുഖം മറയ്ക്കും. പിന്നെ ആണുങ്ങൾക്ക് വന്നിട്ട് കോട്ടാണ്, ഒരു ബ്രൗൺ കളർ കോട്ട്. അങ്ങനെ നമ്മൾ ഈ ട്രെയിനിലോട്ട് കയറുമ്പം ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിൻ്റെ അകത്തുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ് അവരവരെ വീടുകളിൽ പോകുന്ന കുറേ ആൾക്കാർ ട്രെയിനിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവർക്കൊരു ആചാരമുണ്ട്, ഈ മുഖം മറച്ചുകൊണ്ടേ പോകാൻ പാടുള്ളൂ. മുഖം ഒരിക്കലും പൊക്കി വയ്ക്കാൻ പാടില്ല. മുഖം മറച്ചേ പോകാൻ പാടുള്ളൂ. രണ്ടാമത് വന്നിട്ട് ഭർത്താവിൻ്റെ പേര് പറയാനുള്ള ഒരു അവകാശം അന്ധകാലത്തുള്ള പെൺകുട്ടികൾക്ക് ഇല്ലായിരുന്നു. ഗ്രാമങ്ങളിലുള്ളതാണ് കഥ പറയുന്നത്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ഡയറക്ടർ ഓരോ കൊട്ടുകൾ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. പഴയ കാലത്തിലെയും പഴയ പല ആചാരങ്ങളെയും അതിനെല്ലാം ഓരോരോ കൊട്ട് വെച്ച് ഡയറക്ടർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ അവർ ട്രെയിനിൽ കയറുന്നു. ട്രെയിനിലെ യാത്ര തന്നെ ഒരു ദിവസം അടുപ്പിച്ചുണ്ട്. അപ്പം ഒരു ആൾക്കാർ അങ്ങോട്ടും മാറുന്നു ഇങ്ങോട്ടും മാറുന്നു. ട്രെയിൻ അറിയാമല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ട്രെയിനിൽ കയറും. ഈ ട്രെയിനിൽ കയറുന്നതിന് മുമ്പേ തന്നെ ഈ പയ്യൻ പെണ്ണിൻ്റെ നിന്ന് അവളെ കുറച്ച് സ്വർണ്ണമുണ്ട്. ആ സ്വർണ്ണമൊക്കെ അവൻ വാങ്ങിച്ച് അവൻ പോക്കറ്റ് വയ്ക്കും. അപ്പോൾ ഈ സ്വർണ്ണം നീ വെക്കണ്ട, ചിലപ്പോൾ മിസ്സായി പോകണമെങ്കിലോ, നമ്മൾ വലിയൊരു യാത്രയല്ലേ എന്ന് പറഞ്ഞ് അവൻ വാങ്ങിച്ച് വയ്ക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ ഈ യാത്രയിൽ ഈ ട്രെയിനിൽ ഇങ്ങനെ ആൾക്കാർ വന്നും പോയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്നിരുന്ന് പെണ്ണിങ്ങനെ ഇരുന്നിരുന്ന് ഈ പെൺകുട്ടി വേറെ ബ്രൈഡുകളുടെ ഇടയിലാവും. വേറെ കല്യാണ ചെറുക്കൻ്റെയും പെൺകുട്ടിയുടെ ഇടയിലായി പോകും. എന്നിട്ട് ഇവൻ്റെ സ്ഥലം എത്തുന്ന സമയത്ത് ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇവൻ കൊച്ചിനെ മിസ്സായി പോകും, പെൺകുട്ടിയെ മിസ്സായി പോകും. ഇവൻ ഒരു കൊച്ചിനെയും വിളിച്ചുകൊണ്ട് നേരെ വരും. കാരണം എല്ലാ പിള്ളേരും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ അവൻ ആ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ഇവൻ്റെ വീട്ടിൽ വരും. ഇവൻ്റെ വീട്ടിൽ വന്ന് അവർ വലിയ ആഘോഷത്തോടെ എല്ലാം സ്വീകരിച്ച് പെൺകുട്ടിയുടെ മുഖം മാറ്റുമ്പോഴാണ് കാണുന്നത് പെൺകുട്ടി മാറിപ്പോയി ഗായ്സ്. എന്നിട്ട് അതിനുശേഷം ഇവൻ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി വന്നിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകും. അവളൊരു സ്റ്റേഷനിൽ പോയി അവൾ ആ സ്റ്റേഷനിൽ ഇറങ്ങും. പിന്നെ ആ പെൺകുട്ടിക്ക് വന്നിട്ട് ഒന്നും അറിയത്തില്ല. വളരെ നിഷ്കളങ്കയായ കുട്ടിയാണ്. പുള്ളിക്കാരിക്ക് ഒന്നും അറിയത്തില്ല. ആ കുട്ടി നല്ല രസമാണ് കേട്ടോ. ഫൂൽ എന്നാണ് ആ പടത്തിൽ ആ കുട്ടിയുടെ കഥാപാത്രം. ഭയങ്കര ആപ്റ്റായിട്ട് ആ കുട്ടിയെ നല്ലൊരു ആപ്റ്റായിട്ടൊരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ പടത്തിൽ വന്നിട്ട് ഓരോ സെലക്ഷൻസും, പടത്തിൻ്റെ നായകനാണെങ്കിലും പടത്തിലെ രണ്ട് നായികമാർ, പിന്നെ ആ സിനിമ, ആ ഫാമിലി, അവൻ്റെ ഫാമിലി, ആ നായകൻ്റെ ഫാമിലിയുണ്ട്. അതെല്ലാം വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു പക്ക ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ് കോമഡി മൂവിയാണ്. കോമഡി എന്ന് പറയുന്നത് നിങ്ങളിരുന്ന് കുണുകുണ ചിരിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളൊരു സിനിമ ലവറാണോ, നിങ്ങൾ അമിതമായിട്ട് സിനിമയെ പ്രേമിക്കുന്ന ഒരാളാണോ, എങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഇത് അടിയിടിയൊന്നുമില്ല, വളരെ നൈസായിട്ട് പോകുന്നൊരു സിനിമ. കുറേ കാലത്തിന് ശേഷം ബോളിവുഡിൽ നിന്ന് ഒരു നല്ലൊരു സിനിമ കാണാൻ പറ്റി.
പക്ഷേ ഈ സിനിമ വന്നിട്ട് 4 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ 24-25 കോടി കളക്ട് ചെയ്തു. പക്ഷേ അതിൽ കൂടുതൽ കളക്ട് ചെയ്യുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എന്നാൽ പോലും കുഴപ്പമില്ല. ഇത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോഴുള്ള കാലത്ത് മിക്ക ആൾക്കാർക്കും ഒരു ഇതുപോലത്തെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താല്പര്യം കാണത്തില്ല. കാരണം അവർക്കെല്ലാം വലിയ സ്റ്റാർസ്, നെപ്പോട്ട് കിഡ്സ് വേണം. അവരൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ ഉള്ള ആൾക്കാർ സിനിമ കാണത്തുള്ളൂ. ഹിന്ദിയിലൊക്കെ. നമ്മളെ മലയാളത്തിൽ അങ്ങനെയല്ല. നമുക്കിനി എത്ര ഓഫ് ബീറ്റ് മൂവി വന്നാൽ പോലും നമ്മൾ മലയാളികൾ നമ്മളത് കാണും, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കും, നമ്മളതിനെ വിജയിപ്പിക്കും. പക്ഷേ ബാക്കിയുള്ളിടത്ത് അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട സിനിമയാണ്. ഞാൻ പടത്തിൻ്റെ ഒരുപാടൊന്നും പറയില്ല. പടത്തിൽ വന്നിട്ട് ഒരു ക്യാരക്ടറുണ്ട്. ക്യാരക്ടർ വന്നിട്ട് ഒരു പോലീസുകാരനാണ്. പുള്ളിക്കാരൻ്റെ റോള് നല്ല കിടിലമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആൾ കിടിലമാണ് കേട്ടോ. നല്ല കിടിലമായിട്ട് പുള്ളിയുടെ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം ഇവരെങ്ങനെ എത്തും, ഇവർ ആ പയ്യൻ ആ പെൺകുട്ടിയെ കിട്ടുമോ എന്നുള്ളതാണ് സിനിമ. പിന്നെ ഇതിൽ വന്നിട്ടൊരു സെക്കൻഡ് ഹീറോയിൻ ഉണ്ട്. പുള്ളിക്കാരിക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതെല്ലാം ഒരു നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. എന്തായാലും സിനിമ നല്ല രസമായിരുന്നു. ഇഫ് യു ആർ ഏബിൾ ടു വാച്ച് ദിസ് മൂവി, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. ഇറ്റ്സ് ആൻഡ് വെരി ഫാൻറ്റാസ്റ്റിക് മൂവി. സിനിമ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞു. ലാസ്റ്റ് അവർ തമ്മിൽ ഒന്നിക്കുന്നത് കാര്യങ്ങളും ഭയങ്കര രസമാണ്. ഈ പെൺകുട്ടി വേറൊരു സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ഈ പെൺകുട്ടിക്ക് കുറച്ച് ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. ആ ആൾക്കാർ, അവർ കാണിക്കുന്ന കുറച്ച് ആൾക്കാർ എല്ലാം നല്ല രസമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എനിക്ക് എന്തോ നിങ്ങൾക്ക് ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ്. ഇഫ് യു ലൈക്ക് മൈ ബ്ലോഗ്, പ്ലീസ് പുട്ട് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ആ പടം കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കാണാം കേട്ടോ. നെറ്റ്ഫ്ലിക്സിലെ സിനിമ അവൈലബിൾ ആണ്. നല്ല സിനിമ, ഇഷ്ടപ്പെടും. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, നിങ്ങൾ മൂവി ലവേഴ്സാണോ, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സിനിമ കാണാം. അടിപൊളി. കുറേ കാലത്തിന് ശേഷം ഒരു നല്ല സിനിമ കണ്ടതിൻ്റെ സന്തോഷം. സിനിമ കാണുന്ന ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് നല്ലൊരു സിനിമയായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ ബൈ.